നമ്മളുടെ എല്ലാവിധ നിയോഗങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഭക്തിയോടെ ഒന്നിച്ചേർന്ന് കൃതജ്ഞതയുടെ ഈ ബലി അർപ്പിക്കുക. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയുടെ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടുക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച് ശ്ലീഹന്മാരുടെ ഓർമ്മ ആചരിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപുരം നൽകിയ ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പാപികളായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ പവരാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാമി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും
എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ ആകരുമേനികൾ പാടിടും. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന് ഞാനും ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സമയം നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ബലവാനും അമർത്തനുമായ കർത്താവേ, സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും
അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സഹോദരെ, നിങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുവാൻ ലേവിയുടെ പുസ്തകത്തിലുള്ള വായന. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അധ്യായം 19 വാക്യങ്ങൾ 1 മുതൽ 4 വരെയും 9 മുതൽ 14 വരെയും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും എന്റെ സാബത്ത് ആചരിക്കുകയും വേണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തെടുക്കുകയോ ചെയ്യരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വലയുടെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത്. കൊയ്ത്തിന് ശേഷം കാല പറിക്കുകയും അരുത്. മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്ത് പറിക്കരുത്. വീണ് കിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയും അരുത്. പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കിവെക്കുക. ഞാനാവുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ അരുത്. എന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത്. നിങ്ങളുടെ ദൈവത്തിന്റെ നാമം അശുദ്ധമാക്കുകയും അരുത്. ഞാനാണ് കർത്താവ്. നിങ്ങളെ ആൾക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത്. കൂലിക്കാരന് വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത്. ചെകിടരെ ശപിക്കുകയോ കുരുടന്റെ വഴിയിൽ തടസ്സം വയ്ക്കുകയോ അരുത്. നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക. ഞാനാണ് കർത്താവ്. ദൈവമായ കർത്താവിനെ സ്തുതി. എന്റെ സഹോദരരെ, തെസ്സലോനിക്കയിലെ സഭയ്ക്ക് 1-ാം ലേഖനം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 12 വരെ. സഹോദരരെ, നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നത് വ്യർത്ഥമായിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് പീഡകൾ സഹിക്കുകയും അപമാനിക്കപ്പെടുകയും ചെയ്തെങ്കിലും വലിയ എതിർപ്പിന്റെ നടുവിലും ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാൻ ഞങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾ ധൈര്യപ്പെട്ടു. ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ അല്ല. സുവിശേഷം ഫലമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതിനാലാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇത് മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയിലോ ദ്രവ്യാസക്തിയുടെ ഭാവത്തിലോ കാണപ്പെട്ടിട്ടില്ല. അതിന് ദൈവം സാക്ഷി. ഞങ്ങൾ മനുഷ്യരിൽ നിന്ന്, നിങ്ങളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല. മിശിഹായുടെ സ്ത്രീകന്മാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് മേന്മ ഭാവിക്കാമായിരുന്നു. എന്നാൽ നിങ്ങളുടെ മധ്യയിൽ ഞങ്ങൾ ആത്മീയതയുള്ളവരായി, തന്റെ മക്കളെ പോലുന്ന വളർത്തുന്നതിനെ പോലെ. നിങ്ങളുള്ള വാത്സല്യനിമിത്തം ദൈവത്തിന്റെ സുവിശേഷം മാത്രമല്ല, ഞങ്ങളുടെ ജീവൻ തന്നെയും നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരായി. കാരണം നിങ്ങൾ അത്രമാത്രം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. സഹോദരരെ, ഞങ്ങളുടെ അധ്വാനവും ബുദ്ധിമുട്ടും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിൽ ആർക്കും ഭാരമാകാതിരിക്കാൻ ഞങ്ങൾ വ്യാപകം അധ്വാനിച്ചു. വിശ്വാസികളായ നിങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം എത്ര പവിത്രവും നീതിപൂർവകവും കുറ്റമറ്റതുമായിരുന്നു എന്നതിന് നിങ്ങൾ സാക്ഷികളാണ്. അപ്രകാരം തന്നെ ദൈവവും. നിങ്ങൾക്കറിയാവുന്നതുപോലെ പിതാവും മക്കളോടെന്ന പോലെയാണ് നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ പെരുമാറുന്നത്. തന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമാം വിധം ജീവിക്കാൻ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Hallelujah.
കർത്താപുരം നിന്ന് പരിശുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 17 വാക്യങ്ങൾ 11 മുതൽ. ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈശോ സമരിയായിക്കും ഗലീലയ്ക്കും മധ്യേ കൂടെ കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടുമുട്ടി. അവർ സ്വരമുയർത്തി ഈശോയെ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ ശുദ്ധരാകപ്പെട്ടു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് വലിയ സ്വരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വന്നു. അവൻ ഈശോയുടെ കാൽക്കൽ കമിഴ്ന്നു വീണ് നന്ദി പറഞ്ഞു. അവൻ ഒരു സമരിയാക്കാരനായിരുന്നു. ഈശോ ചോദിച്ചു, 10 പേരല്ലേ ശുദ്ധരാക്കപ്പെട്ടത്? ബാക്കി 9 പേരെവിടെ? തിരിച്ചു വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഈ വിജാതീയനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ലല്ലോ. അനന്തരം ഈശോ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിലേറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, കൈത്താക്കാലം 6ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കൈത്താക്കാലം എന്ന് പറയുന്നത് ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ട ഫലാഗമനത്തിന്റെ കാലഘട്ടം എന്നുകൂടിയാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തെ സ്വീകരിച്ചുകൊണ്ട് ആ ഫലം കൊടുക്കുന്ന കാലഘട്ടമാണ് കൈത്താക്കാലം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി നമ്മളെല്ലാവരും ഭവനങ്ങളിലായിരിക്കുമല്ലോ. നമ്മുടെ ഇടവകയിലെ ഓരോ വ്യക്തികളെയും നമുക്ക് ഈ ബലിപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവ്യബലി കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ യൂണിറ്റിലുള്ളവരെയും നമ്മുടെ ഇടവകയിലുള്ളവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, എല്ലാവരും ആരോഗ്യത്തോടെ ആയിരിക്കാനായിട്ട്. അതുകൂടാതെ നിങ്ങളുടെ വികാരി അച്ഛന്മാർക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുക. കാരണം ഈ ദിവസങ്ങളിലേക്ക് ന്യൂസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. 1-2 വൈദികർക്ക് അവർക്ക് ലഭിച്ച അവർക്ക് ആക്സിഡന്റ് ഏറ്റുമുട്ടുകയുണ്ടായി. അതുകൂടാതെ പലരും രോഗികളായിട്ട് കിടക്കുന്നുണ്ട്. കോവിഡ് ബാധിച്ച ചില വൈദികരുണ്ടായി. പിന്നെ ജോണ്ടീസ്, അങ്ങനെയുള്ള പല രോഗത്താൽ ബുദ്ധിമുട്ടുന്ന വൈദികരുണ്ട് നമ്മുടെ രൂപതയിലും. അതുകൂടാതെ മറ്റു രൂപതകളിലും നമ്മുടെ ഇടവകയിലുമൊക്കെ സേവനമനുഷ്ഠിക്കുന്ന വൈദികർ. അവരെ എല്ലാവരെയും ഈ ബലിപീഠത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൈത്താക്കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ കൈത്താക്കാലത്തില് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന 1-2 കാര്യങ്ങളുണ്ട്. വിളയും കളയും എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് കൈത്താക്കാലത്തിലാണ് അറിയുന്നത്. അതുകൂടാതെ കതിരും പതിരും വീശുമുറം കൊണ്ട് വേർപെടുത്തുന്ന കാലഘട്ടത്തെയാണ് കൈത്താക്കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ആത്മവിചിന്തനം ചെയ്യുന്ന കാലഘട്ടമായിട്ട് കൈത്താക്കാലത്തെ പൊതുവെ അറിയപ്പെടുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ പ്രബോധനങ്ങളിലെല്ലാം കാണപ്പെടുന്ന ഒരു വാചകമുണ്ട്. നിങ്ങൾ അബ്രഹാത്തെ പോലെ ദൈവ സാന്നിധ്യത്തിൽ കുറ്റമറ്റവരായി ചരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ കുറ്റമറ്റവരായി ചരിക്കുക. ഫ്രാൻസിസ് പാപ്പ അത് പറഞ്ഞു വെക്കുന്നതിന് കാരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള അവബോധം എന്നും ഉണ്ടാകണം. സുപ്രീം കോടതിയിലേക്ക് പെറ്റീഷൻ പോയിരിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തിന് മാത്രം എന്തുകൊണ്ട് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു? മോളുകൾക്കും ഷോപ്പുകളുമൊക്കെ തുറക്കുന്നതിന് കുഴപ്പമില്ലല്ലോ കോവിഡ്-19 കാലഘട്ടത്തിൽ. ദൈവ സാന്നിധ്യത്തെ മാത്രം എന്തുകൊണ്ട് അടച്ചിരിക്കുന്നു? അല്ലെങ്കിൽ ദേവാലയത്തിന്റെ വാതിലുകൾ എന്തുകൊണ്ട് അടയ്ക്കപ്പെട്ടിരിക്കുന്നു? അത് ഹൈക്കോടതിയിൽ മാത്രമല്ല, സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ ദൈവ സാന്നിധ്യത്തിന്റെ വാതിലുകൾ നമ്മൾ അടച്ചുകൊണ്ടാണോ ഇപ്പോൾ ഇരിക്കുന്നത്? കോവിഡ് ലോകത്തെ മുഴുവനും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദേവാലയത്തില് ചിലപ്പോൾ പല പള്ളിയിലും പറഞ്ഞിരിക്കുന്നതാണ്, ഇടദിവസങ്ങളിൽ സാധിക്കുന്നവർ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊള്ളും. ദൂരെ കൂടുതലുള്ളവരോടൊന്നും ഞാനങ്ങനെ നിർബന്ധമാക്കി പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാ ഞായറാഴ്ചകളിലും
വിശുദ്ധ കുർബാന അർപ്പിക്കുക അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. ഇനി ദേവാലയത്തിൽ വന്ന് പങ്കെടുക്കുവാനായിട്ട് സാധിക്കാത്തവര് ഓൺലൈനായിട്ടെങ്കിലും ഇരുന്നു കൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്നുള്ളത് എന്തുകൊണ്ടാണ് വൈദികര് പറയുന്നത്? കാരണം നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകൾ, ദൈവസാന്നിധ്യത്തിന്റെ വാതിലുകൾ ഒരിക്കലും അടച്ചിടുവാനായിട്ട് പരിശ്രമിക്കരുത് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈശോ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കടുക് മണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഒരു കടുക് മണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഈ സിക്കമിൻ മരത്തോട് വേരോടുകൂടെ കടലിൽ പോയി പതിക്കുവാൻ പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കുമെന്ന്. ഇത് പറഞ്ഞതിന് ശേഷം 17-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ പിന്നീട് കാണുന്നത് കുഷ്ഠരോഗികളെ. ഈ കുഷ്ഠരോഗികളുടെ നമ്മൾ വായിച്ചു വരുമ്പോഴേക്കും നമ്മൾ കാണും 10 കുഷ്ഠരോഗികളെ കാണുന്നു. കുഷ്ഠരോഗികൾ ഈശോയോട് അപേക്ഷിക്കുന്നു. ഈശോ അവരോട് പറയുന്നു, പുരോഹിതനെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ആ കുഷ്ഠരോഗികളെ ഒന്ന് എടുത്ത് വിചിന്തനം ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും, ഇതൊരു വിതയ്ക്കപ്പെട്ട വചനമാണ്. കുഷ്ഠരോഗികൾ ഈശോയെ കുറിച്ച് അറിയുന്നത് ആരോ പറഞ്ഞ് കേട്ടറിഞ്ഞ കാര്യമാണ്. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഒരു കഥ നമ്മൾ മെനഞ്ഞെടുക്കുമ്പോൾ അപ്രകാരമല്ലേ? കുഷ്ഠരോഗികൾക്ക് ഈശോയെ കുറിച്ച് വലിയ അറിവൊന്നുമില്ലായിരുന്നു. അവര് വഴിയിൽ ഈശോയെ കാത്തിരിക്കുന്നു. നമ്മൾ വായിച്ചു വരുമ്പോൾ കാണും, അത് എവിടെ നിന്നോ കേട്ടുള്ള ഒരറിവ്, ആ അറിവ് ദൈവവചനമായിട്ട് ഹൃദയത്തിൽ പതിച്ചു. അവർ വഴിയരികിൽ കാത്തു നിന്നു ഈശോയെ കാത്തിരുന്നു. ഈശോ അവരുടെ അടുക്കേക്ക് നടന്നെടുക്കുന്നു. ഈശോ അവരോട് ഒരു ടാർഗറ്റ് കൊടുക്കുന്നുണ്ട്. ഈശോ അവർക്കൊരു കമാൻഡ് കൊടുക്കുന്നു, ഓരോ ഓർഡർ. നിങ്ങൾ പോയി പുരോഹിതൻ കാണിച്ചു കൊടുക്കുക. ആ വചനം നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അത് വിശ്വാസത്തോടെ ചെയ്യുന്ന ഒരു കാര്യമല്ലേ? കുഷ്ഠരോഗികൾക്ക് വേണമെങ്കിൽ ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, ഇയാളെ ഇപ്പൊ സുഖപ്പെടുത്താതെ പോയി പുരോഹിതന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് അതിൽ നമ്മളോട് പറയുകയാണ്, നീ ഇന്ന് തന്നെ വീട്ടിൽ പോയി ഇന്നത് ചെയ്യുക, അപ്രകാരം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് നെറ്റിച്ചൊളിക്കത്തില്ലേ? നമ്മുടെ വിശ്വാസം അവിടെ ശരിക്കും പ്രവർത്തിക്കാമോ? ഇപ്പൊ ഈ രോഗിയായിട്ട് ഒരു വ്യക്തി കിടക്കുകയാണ്. എന്നോട് കർത്താവ് പറയുകയാണ്, ഞാൻ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് പറയുകയാണ്, നീ പോയിട്ട് അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, അവൻ സുഖപ്പെടും എന്ന് പറഞ്ഞാൽ എത്ര പേര് ഇത് കേൾക്കുന്നവര് വിശ്വാസത്തോടെ പോയി കൈവച്ച് പ്രാർത്ഥിച്ച് സുഖം കൊടുക്കും? ഇതാണ് ഈശോയുടെ കമാൻഡ് എന്ന് പറയുന്നത്. ഈശോ അങ്ങോട്ട് കമാൻഡ് തരുന്നുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും പ്രേരണകൾ തരുന്നുണ്ട്, ഇൻസ്പിറേഷൻസ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നുണ്ട്. പക്ഷെ ആ വിശ്വാസത്തോടെ അതിനെ സ്വീകരിച്ച് എപ്രകാരം എത്ര വ്യക്തികൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഈ 10 പേരും ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് പുരോഹിതന്റെ അടുത്തേക്ക് പോവുകയാണ്. നിങ്ങൾ കുഷ്ഠരോഗികളെ മനസ്സിലാക്കണം, ഭ്രഷ്ടരാക്കപ്പെട്ടവര്, സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുള്ളവര്, മറ്റുള്ളവരാല് പലതരത്തിലും അപമാനിതരാക്കപ്പെട്ടവര്. ഈ അപമാനിതരായിട്ടുള്ള ഈ വ്യക്തികൾ പോവുകയാണ്, ഈ വാക്ക് കേട്ടുകൊണ്ട് വിശ്വാസത്തോടെ പോവുകയാണ്. ഇത് വചനത്തിലെല്ലാം നമ്മൾ കാണുന്ന കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 9-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, 6 കൽഭരണികൾ നിറയ്ക്കും. അവിടെ ആരും വെയിറ്റ് ചെയ്യുന്നില്ല, ഭരണി നിറയ്ക്കുകയാണ്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, ലാസറിന്റെ ശവകുടീരത്തിങ്കിൽ വെച്ചിരിക്കുന്ന കല്ല് ഉരുട്ടി മാറ്റാനായിട്ട്. അവിടെ മർത്ത സന്ദേഹപ്പെടുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ളവരാരും സന്ദേഹപ്പെടുന്നില്ല. അവര് കല്ല് ഉരുട്ടി മാറ്റുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഈശോയുടെ അനുഭവത്തെ സ്വന്തമാക്കി ചിന്തിക്കാം. എന്നോട് ഈശോ പല പ്രേരണകൾ തരാറുണ്ട്. നീ ഇന്ന് ദേവാലയത്തിൽ പോയി 10 മിനിറ്റ് ഇരിക്കുക, അല്ലെങ്കിൽ നീ പള്ളിയുടെ അവിടെ പോയി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നീ എന്റെ സഹോദരനോട് ചെന്ന് വചനം പ്രഘോഷിക്കുക, അതുമല്ലെങ്കിൽ ഞാൻ ദേവാലയത്തിൽ വന്നുകൊണ്ട് ഇന്നത് പ്രവർത്തിക്കുക. എന്റെ സമയം എനിക്ക് കർത്താവിനായിട്ട് മാറ്റിവെച്ചുകൊണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കർത്താവിനായിട്ട് ചെലവഴിക്കുക, അല്ലെങ്കിൽ വചനം വായിച്ചുകൊണ്ട് നീ 1 മണിക്കൂർ ചെലവഴിക്കുക, അല്ലെങ്കിൽ വചനം എഴുതിക്കൊണ്ട്
നീ നിന്റെ ജീവിതത്തെ നവീകരിക്കുക, അല്ലെങ്കിൽ വചനം പഠിച്ചുകൊണ്ട് നിന്റെ നാവിനെ ശുദ്ധീകരിക്കുക എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും ദൈവം പ്രേരണയായിട്ട് നമ്മുടെ ജീവിതത്തിൽ തരുന്നുണ്ട്. പക്ഷെ ആ പ്രേരണകളെ നമ്മൾ വിശ്വാസത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ വചനം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ദിവ്യബലി അർപ്പിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന പ്രേരണകളെ മനസ്സിലാക്കി ജീവിക്കാം. ദൈവ സാന്നിധ്യത്തിന്റെ വാതിലുകൾ ഒരിക്കലും അടച്ചിടരുത്, മറിച്ച് അത് തുറന്നു വെച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് വന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. നിന്റെ ഹൃദയമാകുന്ന ദേവാലയത്തെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ചുകൊണ്ട് നീ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ വലിയ നന്മകൾക്ക് കാരണമാകുന്നില്ല. ഒരു ചെറിയ അനുഭവം കൂടി പറയാം. നമ്മളുടെ ഇടവകയിൽ ഒരു സഹോദരന് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. എല്ലാവർക്കും പോകാൻ പേടി, എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ സന്ദർശിക്കാൻ പേടി. ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ആ സമയത്ത് അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് പരിഭ്രാന്തരായി. ആ സമയത്ത് എന്താണ് ദൈവനിയോഗമാണോ എന്താണെന്ന് അറിയത്തില്ല, ഞാനൊരു നേഴ്സിനെ, നമ്മുടെ ഇടവകയിലൊരു നേഴ്സ് ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഒന്ന് പോകാമോ? ചേച്ചിക്ക് രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെയാണ് ഡ്യൂട്ടി. വൈകുന്നേരം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരിക്കുമ്പോൾ ആ ചേച്ചി ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 1 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്തേക്ക്, ആ വീട്ടിലേക്ക് ചേച്ചി വണ്ടി ഓടിച്ചു പോവുകയാണ്. വീട്ടിൽ വണ്ടി ഓടിച്ച് ചെന്നിട്ട് അവിടെ ചെന്ന് എല്ലാ ദിവസവും ആ ചേട്ടന്റെ അസുഖം മാറി അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് മനസ്സിലാക്കുന്ന ദിവസം വരെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടില്ല. ഹസ്ബൻഡ് ഇവിടെയുള്ള വ്യക്തിയല്ല, ഹസ്ബൻഡ് പുറത്താണ്. എന്നിരുന്നിട്ടും ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് സ്ത്രീ വീട്ടിലേക്ക്, ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഇതാണ് പ്രേരണ എന്ന് പറയുന്നത്. ദൈവ സാന്നിധ്യത്തിന്റെ പ്രേരണ എന്ന് പറയുന്നത് നന്മകൾ പ്രവർത്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഫലദായകമാക്കുവാനായിട്ട് അവിടുന്ന് തരുന്ന പ്രേരണകൾക്ക് അനുസൃതമായി നമ്മുടെ ജീവിതത്തെ ഒരുക്കുക എന്നുള്ളതാണ്. അപ്രകാരം ജീവിതത്തെ നവീകരിക്കാനായി പരിശ്രമിക്കാം. ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷവും പ്രചോദനവും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ ദൈവരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളെ ചുറ്റുകൊടുത്ത് പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെ എതിർപ്പുകളെ നേരിടുന്നതിനും നിന്റെ ദൈവോദ്യോഗത്തിൽ വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോട് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ തീരുമാനം നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മാർ ജോർജ് ശിഷ്ണപത്രാപുരത്തായും ഞങ്ങളുടെ ഉപദേശ പിതാവുമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര താഴ്ണയും ഐക്യവും വളർത്തിയ സത്യവിശ്വാസത്തിൽ അവയെ പരീക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവിളിക്ക് അനുസൃതമായ സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവരാജ്യത്തിന്റെ സാക്ഷികളായി തീർന്ന് മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളും പ്രതിബന്ധങ്ങളും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മളുടെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ നിങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏക മനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിതങ്ങളെ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ മറിയോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുതി അർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും പ്രതാപവും വഴി മിശിഹായുടെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വരാജാവിനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവ് നിശ്ചയനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തനും ഏകകർത്താവുമായ യേശുമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ സഭയിലുള്ള സത്യവും പിതാവിനുടെ സത്യമാകുന്നു. അവിടുത്തെ വഴി പ്രപഞ്ചപിതാവ് ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീബാധരോട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിതരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരവാനിരിക്കുന്നു. പിതാവിനും പുത്രനും ഉൾപ്പെടുന്ന സത്യാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാന്ദ്രയുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനവും ശരീരത്തിലെ ഉയർവും നിത്യായുസ്സുകളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോടുകൂടി ഭദ്രാൻമാർവായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകളെ വേണ്ടിയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാരുടെ വേണ്ടിയും ഓർമ്മ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിന്റെ വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സാധ്യം രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ കൃപാനെ എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെ നാഥനായ ദൈവം തന്റെ പൃഷ്ഠ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ബലി അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന് ശരീരത്തിലാകുന്നു ദിവരസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യനിരകത്തെ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോട് മറിച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. സഹോദരൻ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും മണ്ഡലത്തോടും ഇഷ്ടത്തോടും കൂടെ കർത്താവിന് നന്ദി പറയും അടുത്ത് വിളിച്ച് വീശുകയും ചെയ്യാം. നിങ്ങൾ ആദരപ്പെടുന്ന പഠിച്ചിട്ടപ്പെടുന്നവയെ സൂക്ഷിച്ച് വീശിക്കുവിൻ. ഭയജനകമായ രഹസ്യങ്ങൾ ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വരത്തിലേക്ക് വരുത്തി നിശബ്ദരായ കൃത്യയോടും ഭക്തിയോടും കൂടി ഞങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദിൻ സഹവാസവുമേ നമ്മോടൊത്തും ഉണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരം വിചാരങ്ങൾ. ചരാചരകർത്താവാ ദൈവത്തിനു വെളിപ്പെടുത്തിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരാങ്ങിയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്നും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000 മഹോന്നതനായി വിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായി സ്വർഗീയ സേനകൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രവ്യന്മാരോടും സാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരവം സ്തുതികൾ പാടുന്നു. സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതരും അങ്ങയുടെ സുദർശനം, അങ്ങയുടെ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്ന അങ്ങയുടെ സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ അവിടെ തരത്തരീശ്വരനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായ നിയമത്തിന്റെ നീണ്ടായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയെ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവ് ഇങ്ങോട്ട് കൽപ്പിച്ചവരുടെ ഇവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവിതം ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതവധിച്ചു ഞങ്ങളെ സംബന്ധിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചുതുപാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് ശുദ്ധീകരിച്ച് ഞങ്ങളുടെ വ്യക്തികളുടെ ആശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളെ ബലഹീനമായി പ്രകൃതി നിരുസമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷൻ പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും എഴുതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ പരീതർക്കും വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുരം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശ്രീരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മയാചരണത്തിൽ ദൈവമതമായ കന്യാമറിയത്തിന്റെ തിരുസന്നിധി സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണങ്ങളുടെ ആവരണീയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായും സിഹാവെന്ന ജീവിതദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന് വിശുദ്ധ മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയേണ്ട കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശുതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാദരക്ഷണമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയ ഭക്തിജനകവും പരിശുദ്ധവും ജീവദായക ദൈവികമായ രസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. തിരുനാമത്തിനി
സ്തുതിയും സ്തോത്രം കീർത്തനവും ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകൻ ഈശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളൂ. എന്നിൽ നിത്യം ജീവിക്കും നേടുന്നതും സ്വർഗ്ഗം നിശ്ചയമാണ്. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള അനുസരണത്തോടെ അപരാധങ്ങൾ എന്നിവ തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ടും സഹോദരത്തെ സേവിച്ചുകൊണ്ടും നമുക്ക് നാഥനായ ദൈവത്തോടെ കൃപയും പാപത്തിനും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, കരുണാസനേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതലങ്ങളും വിടിഞ്ഞ് നമ്മുടെ സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, കരുണാസനേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, കരുണാസനേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിസമാനാൽ പൗത്രപ്പെടുകയും ചെയ്യാം. കർത്താവേ, കരുണാസനേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും മയക്കത്തോടും കൂടെ ദിവരസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, കരുണാസനേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ അർപ്പണം ആത്മാക്കളെ രക്ഷിക്കാൻ കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നീക്കുവാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് നിങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ സ്ലീവ ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടുക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നോട് രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും
രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവേ ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മെ വിശദീകരിക്കാൻ വേണ്ടി തന്റെ ശരീരങ്ങൾ നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവർണീയമായ ഈ രസങ്ങൾ അർപ്പിക്കുമ്പോൾ മാലകമാർ പോലും ഭക്തിയാളുകളിൽ നിലകൊള്ളുന്നു. ഇതാമിഷയുടെ ശരീരങ്ങൾ സഹോദരെ അവിടുത്തെ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യുവൻ. അരൂപിക്കെടുത്ത ദിവികാരന്റെ സ്നേഹത്തിന്റെ സമയമാണ്. നമുക്ക് മുട്ടിന്മേലായിരുന്നുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം. സ്നേഹനിധിയായ ഈശോയെ, സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയും പരിശുദ്ധ കുർബാനയും സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകിയാൽ ഈശോയെ ആത്മീയമായി അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
ദൈവമായ ഈ രസല സമീപിച്ച് പങ്കാളി യോഗേർക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ദാതാവിധേയത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണീയമായ ദാനത്തെ കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസികളോട് അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായി സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ദിവസങ്ങൾ വഴി ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിരം നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വിരവോടു നമ്മെ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭകം ആർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവനിൽ ജ്ഞാനം നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായും സവനേകും ഞാനേവം നാഥനരുൾ ചെയ്തു. മാമോദീസ വഴിയായി ദൈവം നൽകി നവജീവൻ. ദാനവരങ്ങളിൽ അഖിലേശൻ പങ്കാളികളാ തീർത്തല്ലോ. തിരുവചനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിനു സാക്ഷികളാ. ജീവിത വീതി നീങ്ങിടുവിൻ. വിശ്വാസത്തിലധിഷ്ഠിതമാ നല്ല കുടുംബം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിനെല്ലാം നൽകിടുവിൻ. രക്ഷകകൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാവൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴുമെപ്പോഴുമെന്നേക്കും. ഞങ്ങളുടെ അവരുടെ സ്വസ്തി. കടങ്ങളെ പുറത്തേക്കും പാപങ്ങളുടെ മോചനം കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞൂടാ. നിത്യപുരോധനായ ഈശോ, അങ്ങേ ദാസന്മാരായ വേദികൾക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം കൊടുക്കുന്ന അവരുടെ പുഷ്പട്ട് കാര്യങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയിരുത്തരേത്താൽ നന്മ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ.
അങ്ങയുടെ സ്നേഹം അവരെ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ സൂക്ഷ്മീകരിക്കുവാൻ സ്വഭാവത്തിനെ മൗഢമായി തീരട്ടെ. ലോരക്ഷനായ യേശു അങ്ങയുടെ പുരോഹിതരെയും ശുശ്രൂഷരെയും വിശദീകരിക്കണമേ. വൈദ്യരാജ്ഞിയായി മറിയമേ, വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിസർഭോത്സാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാവരും ഇരിക്കുക. ഏതാനും അറിയിപ്പുകളുണ്ട്. നമ്മളുടെ ഈ കാലഘട്ടത്തിൽ പലരും കൂദാശകൾ പരികർമ്മം ചെയ്യുവാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. മാമോദീസ, അതോടൊപ്പം ആദ്യ കുർബാന, കൂടാതെ വിവാഹം എന്നിങ്ങനെയുള്ള പല കൂദാശകൾ ദേവാലയത്തിൽ വെച്ച് പരികർമ്മം ചെയ്യുന്നതിനായിട്ട് പലപ്പോഴും ആവശ്യപ്പെടുകയുണ്ടായി. നിങ്ങൾ ധൈര്യത്തോടെ ഇവിടേക്ക് പോന്നുള്ളുക. കൂദാശകൾ പരികർമ്മം ചെയ്യുവാനായിട്ടുള്ള സൗകര്യം നമ്മുടെ ദേവാലയത്തിൽ ഒരുക്കുന്നതാണ്. പെർമിഷൻ എടുത്തുകൊണ്ട് തന്നെയാണ് ഒരുക്കുന്നത്. നമ്മുടെ ദേവാലയം അങ്ങനെയുള്ള തിരുക്കർമ്മങ്ങൾ നടത്തുന്നതിന് മുൻപായിട്ട് നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. സോഡിയം ഹൈപ്പോക്ലോറൈഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊന്ന് സാനിറ്റൈസ് ചെയ്യും. അതിനുശേഷം സോഷ്യൽ ഡിസ്റ്റൻസിങ് വെച്ചുകൊണ്ട് ആ ചെയറുകളെല്ലാം അതുപോലെ തുടച്ച് സോഷ്യൽ ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് ആണ് നമ്മൾ ചെയറുകൾ വയ്ക്കുന്നത്. ആ കൂദാശയ്ക്ക് ശേഷം അല്ലെങ്കിൽ പള്ളിയിൽ നടത്തപ്പെടുന്ന ആ പ്രോഗ്രാമിന് ശേഷം വീണ്ടും സാനിറ്റൈസ് ചെയ്തിട്ടാണ് ദേവാലയം വയ്ക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ യാതൊന്നും അമാന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് ദേവാലയത്തിൽ വരേണ്ടതായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേവാലയത്തിൽ വരാവുന്നതാണ്. ഇട ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് പലരും സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. രാവിലെ 7 മണിക്കാണ് ഇട ദിവസങ്ങളിലും ഞായറാഴ്ചയും നമ്മൾ ദേവാലയത്തിൽ പബ്ലിക്കിനായിട്ട് വിശുദ്ധ കുർബാന നമ്മൾ ഒരുക്കുന്നത്. അതുകൂടാതെ 8:30 നമ്മൾ വിശുദ്ധ കുർബാന ഒരുക്കുന്നത് പബ്ലിക്കിനായിട്ട് അല്ല, മറിച്ച് അത് ഓൺലൈനായിട്ട് നൽകുവാനായിട്ട് മാത്രമാണ്. അപ്പോൾ രാവിലെ 7 മണിക്കാണ് എല്ലാവർക്കുമായിട്ട് വിശുദ്ധ കുർബാന ഒരുക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവര് തലേ ദിവസം ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് വരണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അതുകൂടാതെ വിശുദ്ധ കുർബാനയിൽ ഇന്റൻഷൻ തന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരും തലേ ദിവസം ഇന്റൻഷൻ അറിയിച്ചതിന് ശേഷം അല്ലെങ്കിൽ പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ഒരു 7 മണിയുടെ കുർബാനയ്ക്ക് 6:45 എങ്കിലും ദേവാലയത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഒരു കാര്യം പറയുന്നത്, നമുക്ക് കാറ്റഗിസത്തിന്റെ പർപ്പസിനായിട്ടാണ് വാനവടി ദേവാലയത്തിലും കാത്രച്ച ദേവാലയത്തിലുമുള്ള കാറ്റഗിസം സ്റ്റുഡൻസ് നമ്മൾ ഈ 8:30 വിശുദ്ധ കുർബാന അവർക്കായിട്ട് നമ്മൾ ഓൺലൈനായിട്ട് നൽകുന്നുണ്ടല്ലോ. ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതായിട്ട് മാതാപിതാക്കളും കുട്ടികളും പങ്കെടുക്കുന്നതായിട്ടുള്ള അതിൻ്റെ ഫോട്ടോ നിങ്ങൾ എടുത്തുകൊണ്ട് അത് കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിനെ അവർക്കായിട്ട് അയച്ചു കൊടുക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. ദയവായിട്ട് എല്ലാ കാറ്റഗിസം സ്റ്റുഡൻസും അപ്രകാരം ചെയ്യുക. മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധ വെച്ചുകൊണ്ട് കാറ്റഗിസം കുട്ടികളെ ആ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഫോട്ടോ എടുത്താൽ മാത്രം പോരാ, വരുന്ന ആഴ്ചയിൽ പറഞ്ഞാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസം നാളെ മുതലുള്ള ദിവസങ്ങളിൽ അത് വെള്ളിയാഴ്ചയ്ക്ക് മുൻപായിട്ട് കാറ്റഗിസം ടീച്ചേഴ്സിന്റെ കയ്യിൽ എത്തിക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇതുകൂടാതെ ഈ ദിവസം നമുക്കറിയാം, ഇപ്പോൾ ദേവാലയത്തിലേക്ക് ധാരാളം ആളുകൾക്ക് വരാൻ സാധിക്കാതെ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓൺലൈനായിട്ട് ഇങ്ങനെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള അവസരം ഒരുക്കുന്നുണ്ട്. ഇതിന്റെ പിറകില് പ്രവർത്തിക്കുന്നവർ ധാരാളം ആളുകളുണ്ട്. ലിറ്റർജിയുടെ ഇൻചാർജ് ആയിട്ടുള്ള സാവിയോ, പിന്നെ അതുകൂടാതെ ഓൾട്ടർ ബോയ്സ്, അതുകൂടാതെ റെക്കോർഡിങ്ങിനും മറ്റു കാര്യങ്ങൾക്കായിട്ട് സജി ജോസഫ്, ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൊയറുണ്ട്. കൊയർ മാറി മാറി ഇതിനായിട്ട് പാട്ട് പാടുവാനായിട്ട് അവരുടെ സൗകര്യം അനുസരിച്ചുകൊണ്ട് കടന്നു വന്നുകൊണ്ട് അവരുടെ പ്രോഗ്രാം എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാനും ഇത് എല്ലാവർക്കും കാണുന്ന വിധത്തിൽ ഉതകുന്ന വിധത്തിൽ ആക്കി തീർക്കുവാനുമായിട്ട് അവരുടെ എല്ലാവരുടെയും അക്ഷീണമായിട്ടുള്ള
പരിശ്രമം ഉണ്ട്. അവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും എല്ലാ ദൈവാനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ചോദിക്കുവാനായിട്ടോ എന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് യാതൊരു സന്ദേഹവും കൂടാതെ, യാതൊരു അമാന്തവും കൂടാതെ, യാതൊരു മടിയും കൂടാതെ എന്നെ ഫോൺ ചെയ്യണം. ഫോൺ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അറിയിക്കുക. നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ദേവാലയത്തിൽ നിന്ന് തരുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്ക്